ആർക്കെങ്കിലും ഒരു നല്ലത് പറഞ്ഞു കൊടുക്കണേ, ആർക്കെങ്കിലും ഒരു നല്ലത് പറഞ്ഞു കൊടുക്കണേ. തന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കണേ. അതേത് സമയത്താകട്ടെ, ഏത് സാഹചര്യത്തിലാകട്ടെ, തെറ്റ് കാണുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ മരണത്തോട് മുന്നടിച്ചുകൊണ്ട് കിടക്കുകയാണ്. തന്റെ പൊന്നുമകന്റെ മടിത്തട്ടിൽ കുടൽമാല മുഴുവനും താഴെ വീണിട്ട് മരണത്തോട് മുന്നടിച്ചുകൊണ്ട് കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ ബിബശ്റാലക മിൻ സുഹ്ബത്തി റസൂലില്ലാഹ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, ഉമറേ എന്തിനാ കരയുന്നത്? ഉമറേ എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനായിരുന്നല്ലോ. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നല്ലോ. പ്രവാചകന്റെ സ്വഹാബിയാകാൻ കഴിഞ്ഞു, ഖലീഫയാകാൻ കഴിഞ്ഞു, അവസാനം ശഹീദാകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ. എന്തിനാ നിങ്ങളിരുന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ മടങ്ങി പോകുമ്പോ മഹാനായ ഇബ്നുൽ ഖത്താബ് തങ്ങളൊരു കാഴ്ച കാണുകയാണ്. ഉടനെ താഴെ വീണ കുടൽമാല വാരി തന്റെ വയറ്റിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. താഴെ കിടക്കുന്ന കുടൽമാല വലത് കൈ കൊണ്ട് വാരി തന്റെ വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഇടത് കൈ തറയിൽ കുത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാണ്. അവിടെ വിളിച്ചു, അയ്യുഹൽ ഫതാ ഹലുമ്മാ, ഈ ചെറുപ്പക്കാരാവെന്ന് നിൽക്കുവോ പൊന്നുമോനെ, ഈ ചെറുപ്പക്കാരാവെന്ന് നിൽക്കുവോ പൊന്നുമോനെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പൊന്നുമോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാ കിടക്കുന്നത്. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് നെരിയാണിയുടെ താഴെ കിടക്കുകയാണ്. ചെറുപ്പക്കാരാ, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല വസ്ത്രം വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്നത്. അഹങ്കാരിയുടെ അടയാളമാണ് പൊന്നുമോനെ. അതുകൊണ്ട് വസ്ത്രമൊന്നുയർത്തുവോ. ഏത് സമയത്താ ഇത് പറഞ്ഞതെന്നറിയുവോ? മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്താണ്. തന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടപ്പോ തിരുത്തി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നീ ചെയ്യേണ്ട മൂന്നാലാമത്തെ നല്ല കാര്യം എന്തെന്നറിയുവോ? ആർക്കെങ്കിലും ഒരു നല്ലത് പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി